കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ അധികൃതരുടെ അനാസ്ഥയിൽ ജീവൻ പൊലിഞ്ഞ മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. അല്പസമയത്തിനുള്ളിൽ തന്നെ 8:55 മിഥുന്റെ അമ്മ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, ഇപ്പോൾ സുജ 8:55 അവിടെ എത്തുമെന്ന് പറയുന്നു. സുജയുടെ ബന്ധുക്കൾ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ മിഥുന്റെ സഹോദരൻ സുജിനും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, അല്ലേ? ദേവിക, 8:55 കുവൈറ്റ് എയർവേസിലാണ് മിഥുൻ്റെ അമ്മ സുജ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുന്നത്. 9 മണിയോടുകൂടി സുജ പുറത്തേക്ക് ഇറങ്ങി വരും. സുജയുടെ ബന്ധുക്കളുണ്ട്, മിഥുൻ്റെ സഹോദരൻ, ഇളയ മകൻ സുജിൻ ഉണ്ട്. അവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, സുജയുടെ സഹോദരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്, അവിടുത്തെ ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. എല്ലാവരും തന്നെ സുജയെ കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. പോലീസ് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എസ്കോർട്ട് അടക്കമായിരിക്കും ഇവർ കൊല്ലത്തേക്ക് പോവുക. ചേച്ചി, എത്ര മണിയാകുമ്പോൾ എത്തുന്ന? 9 മണിക്ക് 9:04 എത്തുന്നു. ആരൊക്കെ വന്നിട്ടുണ്ട്? ഞങ്ങൾ കുട്ടിയുടെ അമ്മയുടെ ജ്യേഷ്ഠത്തി, പിന്നെ തൊട്ട് അയൽക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്. എത്ര നാളായി കുവൈറ്റിലേക്ക് പോയിട്ട്? 7 മാസം. നാട്ടിലായിരുന്ന സമയത്ത് എന്തായിരുന്നു ജോലി? നാട്ടിലായിരുന്ന സമയത്ത് തൊഴിലുറപ്പിന് പോകുമായിരുന്നു. നാട്ടിലായിരുന്ന സമയത്ത് സുജ തൊഴിലുറപ്പ് ജോലികൾക്കൊക്കെ ആയിരുന്നു പോയിരുന്നത്. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ, ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെയാണ് ആ അമ്മ 7 മാസം മുമ്പ് കുവൈറ്റിലേക്ക് പോയത്. കുവൈറ്റിൽ ഒരു വീട്ടുജോലിക്കായാണ് ഇവർ പോയത്. ഈ തൊഴിലുടമയ്ക്കൊപ്പമാണ് സുജ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുന്നത്. തൊഴിലുടമ തന്നെ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി. തിരുവനന്തപുരത്ത് വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവർ ഇപ്പോൾ ഈ കൊച്ചിയിലേക്ക് എത്തുന്നത്. ഇവിടുന്ന് ഏകദേശം 4 മണിക്കൂറോളം സമയം വേണം തേവലക്കരയിലെ വീട്ടിലെത്താൻ. തേവലക്കരയിൽ എത്തിയതിനു ശേഷം ഏതാണ്ട് സുജ തേവലക്കരയിൽ ഇവിടെ 9 മണിക്ക് എത്തിയാൽ ഒരു 12 മണിയോടുകൂടി ആയിരിക്കും അവിടെ വീട്ടിലേക്ക് എത്തുക. അതിനുശേഷം ഈ മിഥുൻ്റെ സംസ്കാരമൊക്കെ നടക്കുക 5 മണിയോടുകൂടി ആയിരിക്കും. എന്തായാലും സുജയെ കൊണ്ടുപോകാനായി ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സുജ ഈ എയർപോർട്ടിന് പുറത്തേക്ക് വരും. നമുക്കറിയാം, വളരെ വൈകാരികമായ ഒരു സാഹചര്യത്തിലേക്കാണ് ആ അമ്മ കടന്നു ചെല്ലുന്നത്. എങ്ങനെ അവർ അതിനെ അഭിമുഖീകരിക്കും എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ അത്രത്തോളം അതിവൈകാരികമായ ഒരു സാഹചര്യം. സ്വന്തം മകനെ അച്ഛനെ ഏൽപ്പിച്ച് ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ, ഈ കുഞ്ഞുങ്ങളെ വളർത്താനൊക്കെ പോയ ഒരമ്മയാണ് മകൻ്റെ ചേതനയേറ്റ ശരീരം കാണാനായി ഈ അല്പസമയത്തിനകം തന്നെ എത്തുന്നത്. എത്രത്തോളം സങ്കടം നിറഞ്ഞ ഒരു കാഴ്ച, നമുക്കത് പറയാൻ പോലും കഴിയില്ല. ആ ഒരു നിമിഷത്തിലേക്കാണ് അവരിപ്പോൾ വന്നിറങ്ങാൻ പോകുന്നത്. ഇളയ മകനായ സുജിൻ ഒപ്പമുണ്ട്. മിഥുൻ്റെ സഹോദരൻ 6ാം ക്ലാസ്സുകാരനാണ്. സുജിൻ ഇവിടെ വന്നിട്ടുണ്ട്. സുജയുടെ സഹോദരങ്ങൾ അവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ആ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാനായി അവരിവിടെ എത്തിയിരിക്കുകയാണ്. മിഥുൻ മരിച്ച് അന്ന് രാത്രിയാണ് സുജയെ ഈ വിവരം പോലും ബന്ധുക്കൾക്ക് അറിയിക്കാൻ കഴിഞ്ഞത്. വീഡിയോ കോളിലൂടെ ബന്ധുക്കളത് സുജയെ അറിയിക്കുകയായിരുന്നു. കൊല്ലത്ത് അവരുടെ വീടിന് സമീപത്തുള്ള ആളുകൾ, അയൽവാസികളുണ്ട്. അവിടുത്തെ ആശാപ്രവർത്തകയായ ഒരു സ്ത്രീയുണ്ട്, പിന്നെ സുജയുടെ സഹോദരങ്ങളുണ്ട്. അവരെയൊക്കെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ സുജ വിമാനത്താവളത്തിന് പുറത്തേക്ക് വരും. സുജയെ അവർ കൂട്ടിക്കൊണ്ടു പോകാനായി കാത്തിരിക്കുകയാണ്. എന്തായാലും സുരക്ഷിതമായ കരങ്ങളിൽ മകനെ ഏൽപ്പിച്ചിട്ട് പോയ ഒരമ്മ മകനില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മടങ്ങി വരികയാണ്. അമ്മയെ കാത്ത് അവൻ്റെ ചേതനയേറ്റ ശരീരമാണ് ഉള്ളത്. എന്തായാലും 2 ദിവസം ആ മോർച്ചറിയുടെ തണുപ്പിൽ അവൻ ഉറങ്ങി, ബന്ധുക്കളില്ലാതെ. ഒപ്പം തന്നെ അവനെ കാണാതെ അവൻ്റെ ബന്ധുക്കളും ഇരുട്ടിൽ കഴിഞ്ഞ 2 ദിവസം. ആ ഒരു 2 ദിവസമാണ് കടന്നു പോകുന്നത്. അമ്മയ്ക്കായുള്ളൊരു കാത്തിരിപ്പാണ്. സുജ എന്ന് തിരികെ വരുമെന്ന് ആദ്യം ബന്ധുക്കൾക്ക് യാതൊരു നിശ്ചയവുമില്ലായിരുന്നു. കാരണം ഈ കുവൈറ്റിൽ അവരുടെ തൊഴിലുടമയ്ക്കൊപ്പം തുർക്കിയിലേക്ക് പോയിരിക്കുകയായിരുന്നു. പിന്നീട് തുർക്കിയിൽ വെച്ച് അവരെ ഈ വിവരം അറിയിച്ചു. പിന്നീട് കുവൈറ്റിലെത്തി. കുവൈറ്റിൽ നിന്നും തൊഴിലുടമ തന്നെ കേരളത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി. തൊഴിലുടമയ്ക്കൊപ്പം തന്നെയാണ് സുജ ഇപ്പോൾ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വന്നിറങ്ങുന്നത്. ഒപ്പം
ഏൽപ്പിച്ചിട്ട് പോയ 2 മക്കളിൽ ഒരാളില്ല എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ആ അമ്മ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. അവരുടെ ഇളയ മകൻ മിഥുൻ്റെ ഇളയ സഹോദരൻ സുജിൻ ഇവിടെ അമ്മയെ കാത്തു നിൽപ്പുണ്ട്. അമ്മ കുവൈറ്റിലേക്ക് പോകുമ്പോൾ ചേട്ടനും അവനൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചേട്ടനില്ല. ആ ഒരു സാഹചര്യത്തിൽ ആ കുഞ്ഞ് അമ്മ വരാനായി കാത്തു നിൽക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും അതിവൈകാരികമായ ഒരു അങ്ങനെ തന്നെയാണ് നിഷ. വളരെ സങ്കടകരമായ ദുഃഖകരമായ ചില കാഴ്ചകൾ തന്നെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. മിഥുന്റെ വീട്ടിൽ സുധീഷ് ഗോപാലുണ്ട്. സുധീഷ്, ഇപ്പോൾ 9 മണിയോടുകൂടി ബന്ധുക്കൾ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കുന്നു. 8:55 സുജ എത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. 9:04 ആയിരിക്കും സുജ വിമാനത്താവളത്തിൽ എത്തുക. ഇന്നിപ്പോൾ അവിടെ നിന്നിരുന്ന സുജയുടെ ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട് 9 മണിയോടുകൂടി തന്നെ മിഥുന്റെ മൃതദേഹം ഏറ്റുവാങ്ങാനായി വീട്ടിൽ നിന്ന് ബന്ധുക്കൾ താലൂക്ക് ആശുപത്രിയിലേക്ക് പുറപ്പെടും അല്ലേ? ദേവിക, അങ്ങനെ തന്നെയാണ്. 9 മണിയോടെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെത്തി അവിടെ നിന്നും 10 മണിയോടെ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് മൃതദേഹം എത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. 12:30 വരെ പരമാവധി പൊതുദർശനം നീട്ടിക്കൊണ്ടു പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ നിന്നും അമ്മ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ മകൻ്റെ മിഥുൻ്റെ മൃതദേഹവും വീട്ടിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെയും എത്തുന്നവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം വീട്ടിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഈ വീടിന് പിൻഭാഗത്തുള്ള ആ സ്ഥലത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഉച്ചയോടുകൂടി ആരംഭിക്കും എന്നതാണ് ബന്ധുക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വളരെ ദയനീയമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കളിച്ചു വളർന്ന മിഥുൻ്റെ സ്കൂളിലേക്ക് വ്യാഴാഴ്ച രാവിലെ പോയതാണ്. ട്യൂഷൻ സെൻറ്ററിൽ അച്ഛൻ കൊണ്ടാക്കുന്നു. അവിടെ നിന്നും സ്കൂളിലേക്ക് ബസ് കയറിപ്പോയി. അവിടെ സ്കൂൾ അധ്യയനം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇത്തരത്തിലൊരു അപകടത്തിൽ മിഥുനെ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായത്. കടുത്ത അനാസ്ഥ സർക്കാർ സംവിധാനങ്ങളുടെയും അതോടൊപ്പം തന്നെ ആ സ്കൂൾ അധികൃതരുടെയും വലിയ അനാസ്ഥ തന്നെയാണ് മരണകാരണം. അത് ആവർത്തിച്ച് വ്യക്തമാകുന്ന നിരവധി കാര്യങ്ങൾ പുറത്തു വരുമ്പോഴും ഈ സ്കൂൾ മാനേജ്മെൻറ്റിനെയും മറ്റും സംരക്ഷിക്കാനുള്ള നീക്കം സർക്കാർ സംവിധാനത്തിൽ നടക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും അപലപനീയമായി നിലനിൽക്കുന്നതും. ഈ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെയാണ് ഇന്ന് മിഥുൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിൻ്റെ ഈ സ്കൂളിലേക്ക് തന്നെ മൃതദേഹം എത്തുമ്പോഴും അവിടെ പഠിച്ചു വളരേണ്ട ഒരു വിദ്യാർത്ഥി, അതും സൈനികനാകാൻ വളരെയധികം ആഗ്രഹിച്ചു, നല്ലൊരു ഫുട്ബോൾ പ്ലെയർ, ഈ രീതിയിലെല്ലാം ആൾക്കാരെ ആകർഷിച്ച ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു ഈ ചെറുപ്രായത്തിനുള്ളിൽ തന്നെ മിഥുൻ്റേത്. അത്തരത്തിലുള്ള 13 വയസ്സുകാരനാണ് സർക്കാർ അനാസ്ഥയിൽ ജീവൻ പൊലിയുന്നത്. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ദേവിക. ശരി സുധീഷ്.